ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ എപ്പിസോഡിന്റെ റിവ്യൂയിലേക്ക് സ്വാഗതം. എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പം നമ്മുടെ ശ്രുതി അശ്വിനെ ഞാൻ നോക്കുന്ന സമയത്ത് അവിടെ എനിക്ക് വരുന്നത് കാണുവാണ്. എനിക്ക് വരുമ്പോഴേക്കും നമ്മുടെ അശ്വിൻ ഇവൻ ഇതിന് വേണ്ടിയിട്ടാണ് നുണ പറഞ്ഞിട്ട് അവിടെ കിടന്നതല്ലേ, ഇവന് ഞാൻ വെച്ചിട്ടുണ്ട്. അയ്യോ സാർ ഒച്ചുണ്ടാക്കല് സാർ അകത്ത് കയറി സാർ. ഞാനോ? അതെ സാർ അകത്ത് കയറി സാർ, പ്ലീസ് സാർ ഒച്ചുണ്ടാക്കല് സാർ, അകത്ത് കയറി സാർ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ശ്രുതി അശ്വിനെ റൂമിലേക്ക് തള്ളിയിടുവാട്ടോ. അതിനുശേഷം സാർ ഇവിടെ കിടക്ക്, ഞാനിപ്പോൾ വരാം, സാറിൻ്റെ ബെഡിൽ കിടക്ക്, ഞാൻ വരാം എന്ന് പറഞ്ഞിട്ട് ഒച്ചനൊക്കെ ഒന്നും ഉണ്ടാക്കല്ലോ സാർ എന്ന് പറയാണ്. ശരി എന്ന് പറഞ്ഞിട്ട് അശ്വിനകത്തേക്ക് കയറുകയാണ്. അതിനുശേഷം നമ്മുടെ എനിക്ക് പറയാനുണ്ട്, എവിടെ കുമാരി ശ്രുതി? അവളോ? അവള് രാത്രി ന്യൂ ഇയർ ആഘോഷങ്ങൾ കഴിഞ്ഞിട്ട് കുറച്ച് മുമ്പ് കയറി വന്നേ ഉള്ളൂ. അവൾ വന്നിട്ടുണ്ടാവും, ഞാൻ വിളിക്കാം. ശ്രുതി എന്ന് പറഞ്ഞിട്ട് അമ്മ ശ്രുതി വിളിക്കുക കേട്ടോ. അതിനുശേഷം ശ്രുതി ഒന്നറിയാത്ത പോലെ എന്താ അമ്മായി എന്നൊക്കെ ചോദിക്കുമ്പോൾ എനിക്ക് സാർ വന്നിട്ടുണ്ട്. എനിക്ക് സാറോ? അതെ നീ വാ എന്ന് പറഞ്ഞ് വിളിക്കുകയാണ്. അല്ല പ്രീതി എവിടെ? പ്രീതിനെയും കൂടി വിളിക്കാം. അയ്യോ അമ്മായി ചേച്ചിക്ക് നല്ല സുഖമില്ലേ? അവക്ക് എന്ത് പറ്റി? നല്ല തലവേദന പോലെയാന്നു. അതെയോ, ചേച്ചിനെ വിളിക്കണ്ട അമ്മായി, വാ എന്ന് പറഞ്ഞിട്ട് അവർ രണ്ടുപേരും ഇവിടെ എനിക്ക് അടുത്തേക്ക് പോകുവാട്ടോ. അപ്പം അമ്മ അവിടെ നിൽക്കുന്നുണ്ട്. അപ്പം എനിക്ക് ഹായ് കുമാരി ശ്രുതി, ഞാൻ വന്നത് ഡിസ്റ്റർബ് ആയില്ലല്ലോ അല്ലേ? ഇല്ല സർ, കുമാരി ശ്രുതിയല്ല, ശ്രുതി കുമാരി. നോക്ക്, ഞാൻ ന്യൂ ഇയർ വിഷ് ചെയ്യാൻ വേണ്ടി വന്നതാണ്. ഞാനിങ്ങനെ വേണ്ടപ്പെട്ടവർക്കൊക്കെ ന്യൂ ഇയർ വിഷ് ചെയ്യാറുണ്ട്. നമുക്ക് വളരെ ഇഷ്ടപ്പെട്ടവർക്ക് മാത്രം, നമ്മുടെ ഹൃദയത്തോട് ചേർന്ന് നിൽക്കുന്നവർക്ക് മാത്രം ന്യൂ ഇയർ വിഷ് ചെയ്യാറുണ്ട്. ആയിക്കോട്ടെ സർ. ചേച്ചി ഉറങ്ങി? അത് സാരമില്ല, കുമാരി ശ്രുതി ഉണ്ടല്ലോ എന്ന് പറയുവാണ്. അതിനുശേഷം നമ്മുടെ അശ്വിനാണെങ്കിൽ ഇതൊക്കെ കേട്ടാണെങ്കിൽ ദേഷ്യം വരും കേട്ടോ. അതിനുശേഷം എന്നുണ്ടെങ്കിൽ എനിക്ക് പറയുന്നുണ്ട്, എന്തായാലും നിങ്ങളേക്ക് ഇവിടെ വന്ന് കാണാനൊക്കെ പറ്റിയല്ലോ, അതുകൊണ്ട് ഞാൻ എന്തായാലും പോകുവാണ്. ഇന്ന് കുമാരി ശ്രുതി എന്ന് പറഞ്ഞിട്ട് ആ ബൊക്കെ കൊടുക്കുവാണ്. ഞാൻ വന്ന് ഡിസ്റ്റർബ് ആയില്ലല്ലോ അല്ലേ? ഇല്ല സർ എന്ന് പറയാണ്. അപ്പം അമ്മായി പറയുന്നുണ്ട്, സാറിനെ പോലത്തെ ആൾക്കാരൊക്കെ വരുന്നത് ഞങ്ങൾക്ക് വളരെ സന്തോഷമുള്ള കാര്യമല്ലേ? ആയിക്കോട്ടെ എങ്കിൽ ശരി, ഗുഡ് നൈറ്റ്, സ്വീറ്റ് ഡ്രീംസ്, ബൈ എന്നൊക്കെ പറഞ്ഞിട്ട് എനിക്ക് അവിടെ നിന്ന് ഇങ്ങനെ ഇറങ്ങുവാട്ടോ. അപ്പോഴേക്കും ശ്രുതി വേഗം പോയിട്ട് വാതിലടക്കുവാണ്. എനിക്ക് തിരിയുമ്പോഴേക്കും വാതിലടച്ചിട്ടുണ്ട് ശ്രുതി. ശ്രുതി വാതിലടച്ചു. എന്തായാലും കുഴപ്പമില്ല, കുമാരി ശ്രുതിനെ ഒന്ന് കാണാൻ പറ്റിയല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് എനിക്ക് പുറത്തേക്ക് ഇറങ്ങുവാണ്. അതിനുശേഷം നമ്മുടെ അമ്മായി ശ്രുതി റൂമിലേക്ക് പോണ സമയത്ത് ശ്രുതി ചോദിക്കണ്ട, അല്ല മോളെ പ്രീതിക്ക് എന്ത് പറ്റുന്ന പറഞ്ഞത്? ചേച്ചിക്ക് വളരെ തലവേദന, എന്നെ കാത്ത് കുറെ നേരം ഉറക്കമൊഴിച്ച് നിന്നില്ലേ, അതിന്റെ ആകും, ഞാൻ അവളൊന്ന് കാണട്ടെ. വേണ്ട അമ്മായി, ചേച്ചി ഉറങ്ങിയതായിരിക്കും, അമ്മായി വിളിച്ച് ശല്യപ്പെടുത്താൻ വേണ്ട, രാവിലെ ആവട്ടെ എന്ന് പറയാണ്. അല്ല നീ എന്താ ഇവിടെ നിൽക്കുന്നത്? അകത്ത് കയറി കിടന്നുറങ്ങും എന്ന് പറയാണ്. ഞാൻ ഉറങ്ങിക്കോളാം അമ്മായി, നീ അകത്ത് കയറി എന്ന് പറഞ്ഞിട്ട് ശ്രുതിനെ പിടിച്ചിട്ട് അകത്തേക്ക് കയറ്റണം. അപ്പോഴേക്കും അശ്വിൻ മൂടി പൊതിച്ച് കിടക്കുമായിരിക്കും കേട്ടോ. അപ്പൊ അശ്വിന്റെ അടുത്തേക്ക് പ്രീതി കിടക്കുന്നുണ്ടല്ലോ, നീ ഇവിടെ തന്നെ കിടന്നോ എന്ന് പറയാണ്. അപ്പോഴേ നമ്മുടെ ശ്രുതി, ഞാൻ കിടന്നോളാം അമ്മായി, അങ്ങനെ പറയാൻ പറ്റില്ല, നീ കിടക്ക് എന്ന് പറയാണ്. അങ്ങനെ ശ്രുതി ഒരു അറ്റത്ത് കിടക്കുവാണ്. ലൈറ്റ് ഓഫ് ചെയ്യട്ടെ? അയ്യോ അമ്മായി, ലൈറ്റ് ഓഫ് ചെയ്യണ്ട അമ്മായി, അതൊന്ന് ലൈറ്റ് ഓഫ് ചെയ്താല് ഇപ്പൊ ലൈറ്റ് ഓഫ് ചെയ്യണ്ട, ഞാൻ ഓഫ് ചെയ്തോളാം എന്ന് പറയാണ്. ഈ പെണ്ണിന്റെ ഒരു കാര്യം, നീ എന്താ അറ്റത്ത് കിടക്കണത്? പ്രീതിക്ക് വെറും തലവേദന മാത്രമേ ഉള്ളൂ, അല്ലാതെ മാരാരോഗമൊന്നും ഇല്ലല്ലോ, നീ ഇങ്ങനെ ഇത്ര അടുത്ത് കിടക്കാതിരിക്കാൻ. സാധാരണ നിങ്ങൾ കെട്ടിപ്പിടിച്ചല്ല കിടന്നുറങ്ങണം, അങ്ങോട്ട് നീങ്ങി കിടക്ക് പെണ്ണെ എന്ന് പറഞ്ഞിട്ട് ശ്രുതിനെ പിടിച്ച് തള്ളുവാണ്. ശ്രുതി അപ്പം തന്നെ അശ്വിന്റെ അടുത്തേക്ക് പോയി വീണ് കിടക്കുവാട്ടോ. ശേഷം അമ്മ അവിടെ നിന്ന് പോകുന്നുണ്ട്. ശ്രുതിനെയും അതുപോലെ തന്നെ കുറച്ച് പ്രീതിയാണെന്ന് വെച്ചിട്ട് അശ്വിൻ്റെ അടുത്ത് നിന്ന് കുറച്ച് പുതപ്പ് വലിച്ചിട്ട് അമ്മ ഈ ശ്രുതിനെയും കൂടി പുതപ്പിക്കുകയാണ്. അതിനുശേഷം അമ്മ അവിടെ നിന്ന് പോകുവാണ്. ശ്രുതിക്ക് ക്ഷീണം കാണാനൊക്കെ ശ്രുതി പെട്ടെന്ന് ഉറങ്ങുവാട്ടോ. അശ്വിൻ കുറച്ചു നേരം കഴിയുമ്പോഴേക്കും നോക്കുമ്പോഴേക്കും ശ്രുതി നല്ല ഉറക്കമാണ്. അശ്വിൻ കുറച്ചു നേരം ശ്രുതിനെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. പെട്ടെന്നാണ് ശ്രുതി നിങ്ങൾ തിരിഞ്ഞു കിടക്കുമ്പോഴേക്കും അശ്വിൻ വീണ്ടും ശ്രുതിനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ശ്രുതി കണ്ണു തുറക്കുമ്പോഴേക്കും പേടിച്ചു പോവുകയാണ്. നിങ്ങളിതുവരെ പോയില്ലേ? നിന്റെ പറച്ചിൽ കേട്ടാത്തൊന്നും എനിക്കിവിടെ നിൽക്കാൻ ഭയങ്കര ഇഷ്ടമായിട്ട് നിൽക്കുവാണെന്ന്, നിന്റെ വട്ട അമ്മായി ഇതുവരെ ഉറങ്ങിയിട്ടില്ല എന്ന് പറയാണ്. അപ്പോഴേക്കും അമ്മായി അപ്പുറത്തുനിന്ന്, ശ്രുതി മോളെ എന്താ ഒരു ബഹളം? ഒന്നുമില്ല അമ്മായി കിടക്ക് എന്ന് ശ്രുതി പറയുകയാണ്. അപ്പൊ അതിനുശേഷം നമ്മുടെ അശ്വിൻ പറയുന്നുണ്ട്, അത് മാത്രമല്ല ആകാശം പ്രീതി ഇതുവരെ വന്നിട്ടില്ല എന്ന് പറയാണ്. അതുകൊണ്ട് എന്താ സാറ് പോകാൻ നോക്ക് എന്ന് പറയാണ്. എന്ന് പറഞ്ഞിട്ട് നമ്മുടെ അശ്വിൻ എഴുന്നേക്കാൻ പോകുമ്പോഴേക്കും ശ്രുതിയുടെ ഷോൾ അശ്വിന്റെ വാച്ചിൽ കുടുങ്ങുവാണ്. പിടിച്ച് വലിക്കുന്നു പറഞ്ഞിട്ട് രണ്ടുപേരും കൂടി പിടിച്ചു വലിക്കുമ്പോൾ ശ്രുതിയുടെ ഷോളല്ല, കൈയിന്റെ ഒരു ഭാഗം കേട്ടോ. അപ്പൊ ഈ കൈയിന്റെ ഭാഗം കീറിയിട്ട് അശ്വിന്റെ വാച്ചിലേക്ക് അതിങ്ങനെ കുടുങ്ങി പോകുവാണ്. അതിനുശേഷം എന്നുണ്ടെങ്കിൽ അശ്വിൻ അവിടെ നിന്ന് പതുക്കെ ഞാനൊക്കെ വിചാരിക്കുമ്പോഴേക്കും അമ്മയുടെ ഒച്ച കേൾക്കുമ്പോൾ അവിടെ തന്നെ ഇരിക്കുവാട്ടോ. പെട്ടെന്നാണ് ആകാശ് ഫോണിലേക്ക് വന്നിട്ട്, അയ്യോ സാർ ഫോൺ സൈലന്റ് എന്ന് ശ്രുതി പറയാണ്. അശ്വിൻ ഫോൺ എടുക്കുന്നുണ്ട്. ഹലോ, നീ ഇവിടെ എത്തിയോ? ശരി അവിടെ നിൽക്കി, ഞാൻ പുറത്തേക്ക് വരാം എന്ന് പറയുന്നുണ്ട്. ആകാശം പ്രീതി എത്തിയിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് അശ്വിൻ പുറത്തേക്ക് ഇങ്ങനെ ഇറങ്ങുവാട്ടോ. അതിനുശേഷമാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ശ്രുതിയാണെന്നുണ്ടെങ്കിൽ
അങ്ങനെ തന്നെ അവിടെ നിൽക്കുവാണ്. പിന്നീട് കാണിക്കുന്നത് അശ്വിനും അതുപോലെ തന്നെ ആകാശും കൂടി വണ്ടിയിൽ കയറി വീട്ടിലേക്ക് പോകുവാണ്. വീട്ടിലേക്ക് പോകുമ്പോഴേക്കും നമ്മുടെ ആകാശ് പറയുന്നുണ്ട്, ചേട്ടാ എനിക്ക് വേണ്ടി ചേട്ടാ ഒരുപാട് റിസ്ക് എടുത്തു, താങ്ക്സ് ചേട്ടാ എന്ന് പറയാണ്. നിനക്ക് വേണ്ടിയിട്ടാ എല്ലാം സഹിക്കേണ്ടത്, ആ ശ്രുതിയുടെ അഹങ്കാരം ഫുള്ള് സഹിക്കേണ്ടി വന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ നിൽക്കുക കേട്ടോ. ആ സമയത്ത് ആകാശ് പറയുന്നുണ്ട്, ഇന്ന് എനിക്ക് വളരെ നല്ലൊരു ദിവസമായിരുന്നു, നിനക്ക് നല്ല ദിവസമായിരിക്കും, പക്ഷെ എനിക്കൊരു ചീത്ത ദിവസമായിരുന്നു എന്ന് പറയാണ്. സോറി ചേട്ടാ എന്ന് പറയുന്നുണ്ട്. അതിനുശേഷം ആകാശം നോക്കുമ്പോഴേക്കും അശ്വിന്റെ വാച്ചിൽ തുണി ഇങ്ങനെ നിൽക്കുന്നത് കാണുവാണ്. അയ്യോ ചേട്ടൻ്റെ വാച്ച് എന്ത് പറ്റി എന്ന് പറഞ്ഞിട്ട് അശ്വിൻ ഇങ്ങനെ വാച്ച് നോക്കുമ്പോഴാണ് അശ്വിനെ മനസ്സിലാണത് ശ്രുതിയുടെ കൈയിൻ്റെ ആ ഒരു തുണി ഇവിടെ കീറിയിരിക്കുന്നുണ്ട്. അശ്വിനത് പിടിച്ച് ഡാമിറ്റ് എന്ന് പറഞ്ഞിട്ട് ആ തുണി വലിച്ച് കീറുവാണ്. അതിനുശേഷം കാണിക്കുന്നത് വീണ്ടും ശ്രുതിനെയാണ്. പ്രീതി ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പ്രീതിടുത്ത് പറയണ്ട്, ആ അശ്വിൻ സാർ മനപ്പൂർവ്വം ഇവിടെ കയറി വന്നതാണ്, ഫോൺ എടുക്കാൻ മറന്നൊക്കെ പറഞ്ഞിട്ട് എന്നെ കാണാൻ വേണ്ടിയിട്ട്, എന്നാലും എൻ്റെ ഈ വർഷം പോകുള്ളൂ എന്നൊക്കെ പറയണം, അയാൾക്ക് പണത്തിൻ്റെ അഹങ്കാരമാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുവാണ്. അല്ല ശ്രുതി നിന്റെ കൈക്ക് എന്ത് പറ്റി, നിന്റെ ഡ്രസ്സ് ഇങ്ങനെ കീറി, എൻ്റെ ഡ്രസ്സ് അയാൾ കീറി, ആൾക്ക് ഞാൻ ഇതിൻ്റെ പകരം വീട്ടിലിരിക്കും, നോക്കിക്കോ ചേച്ചി എന്നൊക്കെ പറയുന്നുണ്ട്. അല്ല നിങ്ങൾ പുറത്ത് പോയിട്ട് എന്തായി, ഒന്നും ആയില്ല, അല്ല നിങ്ങൾ പുറത്ത് പോയിട്ട് എന്തൊക്കെ സംസാരിച്ചു, അതോ പ്രീതി ആകാശ് സർ പ്രീതി എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ നിന്നു, അത് ഹഗ് ചെയ്തോ, ഒന്ന് പോടി, ആദ്യ കാഴ്ചയിലൊന്ന് ഹഗ് ചെയ്യാൻ പറ്റുമൊന്നുമില്ല, ആയിക്കോട്ടെ എന്ന് ശ്രുതി പറയുന്നുണ്ട്. അതിനുശേഷം ശ്രുതി പറയുന്നുണ്ട്, എന്നാലും ആ കടല മിഠായി കാണേണ്ടി വന്നല്ലോ ചേച്ചി, എനിക്കത് ആലോചിച്ചിട്ട് വയ്യ എന്ന് പറഞ്ഞിട്ട് ശ്രുതി വേഗം തന്നെ അവിടെ കൃഷ്ണന്റെ വിഗ്രഹം എടുക്കുക കേട്ടോ. എന്നിട്ട് അത് കയ്യിലേക്ക് തന്നെ പിടിക്കുകയാണ്. എൻ്റെ കുട്ടീഷ്ണ ദേ ഞാൻ നിന്റെ തലയെ തൊട്ട് സത്യം ചെയ്യുവാണ്, ഈ വർഷം എന്തായാലും നീ എൻ്റെ കൂടെ തന്നെ വേണം, ഇനി അങ്ങോട്ട് എപ്പോഴും അശ്വിൻ സാറിനെ കാണേണ്ട സമയമാണ്, ആ കടലമിഠായിനെ എപ്പോഴും കാണേണ്ടി വരും, അതുകൊണ്ട് ഇനിയുള്ള സമയങ്ങൾ അയാളെ കാണുമ്പോഴൊക്കെ വിജയം എൻ്റെ ഭാഗത്ത് തന്നെ ആയിരിക്കണേ, ഞാൻ എപ്പോഴും അയാളെ മുമ്പ് വിജയിക്കണേ എൻ്റെ കുട്ടീഷ്ണ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പ്രാർത്ഥിക്കുക കേട്ടോ. അതിനുശേഷം ശ്രുതി ഇങ്ങനെ കയ്യിലേക്ക് നോക്കുവാണ്. കയ്യിലിങ്ങനെ നോക്കുമ്പോഴേക്കും കൈ ഇങ്ങനെ കീറിയിരിക്കണ കാണുമ്പോഴേക്കും ശ്രുതി അങ്ങനെ അശ്വിൻ പിടിച്ച് വലിച്ചതൊക്കെ ഇങ്ങനെ ആലോചിച്ച് അങ്ങനെ ഇരിക്കുക കേട്ടോ. ശേഷം കാണിക്കുന്ന അശ്വിനെയും അതുപോലെ തന്നെ ആകാശാണ് അവർ തിരിച്ച് വീട്ടിലേക്ക് എത്തിയായിരുന്നു. വീട്ടിലേക്ക് എത്തിയപ്പോഴേക്കും ആകാശ് പറയുന്നുണ്ട്, പാവം എനിക്ക് ജെറ്റ്ലാക്ക് എന്തായോ എന്തോ, അവനൊരു ജെറ്റ്ലാക്ക്, അവനൊരു കുഴപ്പമില്ല. ചേട്ടൻ എന്തൊക്കെയാ പറയണത്, അവനെ അവിടെ വന്നിരുന്നു ശ്രുതിയുടെ വീട്ടിൽ, ആര് എനിക്കോ, അതെ ഞാൻ നിനക്കത് കാണിച്ചു തരാം വാ എന്ന് പറഞ്ഞിട്ട് ആകാശിനെ വിളിച്ചോണ്ട് നമ്മുടെ അശ്വിൻ എനിക്കിടെ റൂമിലേക്ക് പോകും. ആ സമയത്ത് എനിക്ക് റൂമിലേക്ക് ഉറങ്ങാണ്ട് ഞാൻ നിൽക്കുവാണ്. എന്നാലും എൻ്റെ കുമാരി ശ്രുതി ഞാൻ നിന്നെ കാണുമെന്നാണ്, നീ വാതിൽ തുറക്കുമെന്നാണ് വിചാരിച്ചത്, നിന്റെ അമ്മായിയായി പോയി വാതിൽ തുറന്നത്, കുഴപ്പമില്ല എന്തായാലും നിന്നെ കാണാൻ സാധിച്ചല്ലോ കുമാരി ശ്രുതി എന്നൊക്കെ പറയുമ്പോൾ ആകാശിൻ്റെ അശ്വിൻ്റെ ഒച്ച കേൾക്കുവാണ്. പെട്ടെന്ന് തന്നെ എനിക്ക് കിടന്ന് ഉറങ്ങാൻ പോലെ ഉറങ്ങുവാട്ടോ. അപ്പോഴേക്കും അശ്വിനും ആകാശം അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. അശ്വിൻ ആകാശോട് പറയുന്നുണ്ട്, നീ എന്തായാലും പ്രീതിയുടെ വീട്ടിൽ പോയിട്ട് പ്രീതിനെയൊക്കെ കണ്ടല്ലോ അല്ലേ എന്ന് പറയുമ്പോൾ എനിക്ക് പെട്ടെന്ന് ചാടി എഴുന്നേക്കുവാണ്. ആകാശ് ബ്രോ പ്രീതിയുടെ വീട്ടിൽ പോയായിരുന്നു, ഇത് എപ്പോൾ പോയി എന്ന് പറയുമ്പോഴേക്കും എനിക്ക് ബ്രോ പോയില്ലേ, തൊട്ട് പിന്നെ തന്നെ ആകാശം പോയി, ഞാനവിടെ നിന്ന് പോയില്ല എന്ന് പറയുമ്പോഴേക്കും അശ്വിൻ പറയുന്നുണ്ട്, എനിക്ക് പോയില്ലേ, എനിക്കവിടെ പോയത് ഞങ്ങൾക്ക് മനസ്സിലായി, എനിക്കിതിന് നുണ പറയേണ്ടതെന്ന് പറയുമ്പോഴേക്കും ഞാൻ പോയിട്ടില്ല, ഞാൻ എന്തിനാ അവിടെ പോണത്, എനിക്കെന്തിനാ അവിടെ പോകേണ്ട ആവശ്യം എന്താ, എനിക്ക് ജെറ്റ്ലാഗ് കാരണം ഉറങ്ങാൻ പോലും പറ്റുന്നുണ്ടായില്ല, ഇപ്പോഴാണ് കുറച്ചുകൂടെ ഉറങ്ങിയത്, അതുകൊണ്ടാണ് ഇപ്പോൾ എഴുന്നേറ്റ് നിൽക്കുന്നത് എന്ന് പറയാട്ടോ. അങ്ങനെ അവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഭാഗത്തോട് കൂടിയിട്ടാണ് ഇന്നത്തെ എപ്പിസോഡ് തീരുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടേക്ക് കെയർ, ബൈ ബൈ.